സ്റ്റൈൽ മന്നൻ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഇതുവരെ വിജയ് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ ആരോപണങ്ങൾക്കൊക്കെ ഇന്ന് വിജയ് സഭയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം. എന്നിട്ട് നമുക്കിതിലേക്ക് കടക്കാം. ജനങ്ങളുടെ പണം ഒന്നുപോലും തൊടില്ല, തൊട്ടവരെ വിടുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ദയ കൊണ്ടൊന്നുമല്ല, ജനങ്ങളുടെ ദയ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഭരണം നടക്കുന്നത്. അതുപോലെ തന്നെ ഈവിൾസ് എന്ന് വിളിക്കുന്നത് ഡെവിൾസ് ആണ്. ഇതിൽ കൂടുതൽ സ്റ്റാലിൻ ഒന്നും കിട്ടാനല്ല. DMK അംഗങ്ങളൊക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. സ്റ്റാലിൻ ശരിക്കും വിജയ് തകർത്തല്ലേ? അല്ല, വിജയുടെ ആ ഒരു പ്രസംഗത്തിന് ശേഷം DMK MLA വാക്കൗട്ട് നടത്തി. അതെ. സ്വാഭാവികം, അത് നടത്താൻ അവർ ബാധ്യസ്ഥരാണ്. ഇതിനകത്ത് നിന്ന് വിജയുടെ ഒരു പെർഫോമൻസ് ആണെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അത് കാരണം എല്ലാവർക്കും അറിയാം, വിജയ് മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പശ്ചാത്തലം കൊണ്ട് തന്നെയാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കയറി വന്ന് ഒരു മുഖ്യമന്ത്രിയായ വ്യക്തിയല്ല. സിനിമയിലൂടെ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ്. അത് വളരെ വ്യക്തമായിട്ട്, വളരെ ആസൂത്രിതമായ രീതിയിൽ അദ്ദേഹം അത് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് വിജയുടെ ചില മറുപടികളൊക്കെ വളരെ ഷാർപ്പായിട്ട് മാറുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മറുപടികൾ ഒരു സിനിമാ നടൻ്റെ ആർജവത്തോടെ അല്ലെങ്കിൽ സിനിമാ നടൻ്റെ ചാതുര്യത്തോടെ ഡെലിവറി ചെയ്യുന്നൊരു വിജയിയാണ് നമ്മൾ ഇന്ന് മറ്റേ തമിഴ്നാട് നിയമസഭയിൽ കണ്ടത്. കാര്യം, ഒരുപാട് ആരോപണങ്ങൾ ഇപ്പം DMK ഇദ്ദേഹത്തിനൊരു ഉന്നയിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ TV കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. കാര്യം, അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ്. കാര്യം, ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ 35% വോട്ട് നേടി TV ഇങ്ങനെ അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്നിരിക്കാം. മറ്റ് നിരീക്ഷിച്ച പലർക്കും അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സമയത്ത് TV ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം കിട്ടിയതുമില്ല. അതുകൊണ്ട് TV രാഷ്ട്രീയമായ ഒരു ഐഡൻറ്റിറ്റി ഇനിയിപ്പം വിജയ് ശ്രമിക്കുന്നത് ഒരു സിനിമയിലെ തൻ്റെ ഈ ഒരു പ്രശസ്തിയും അതേപോലെ തന്നെ ആകർഷണീയതയും സ്വാധീനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ TV ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമവും കൂടെ സമാന്തരമായിട്ട് വിജയ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയായിരിക്കണം? കാര്യം, ഇപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ക്ഷയിച്ച് ഏതാണ്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു വാക്വമുണ്ട്. ആ വാക്വത്തെ എങ്ങനെ തനിക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ് TV ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്തരം ഒരു വാക്വത്തെ അല്ലെങ്കിൽ ഈ ഒരു തമിഴ് പിന്നെ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ തമിഴ് ഐഡൻറ്റിറ്റിയെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയത്തെ എങ്ങനെ ഒരു പുതിയ തലമുറയുമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളൊരു ആലോചനയിലാണ് അണ്ണാമലൈ ഇപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അതും ചെറുതല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു രണ്ട് രാഷ്ട്രീയ ധാരകൾ ഇങ്ങനെ പിന്നെ വേർപിരിഞ്ഞിട്ട് അതിൻ്റെ ശൈശവ ദിശയിലൂടെ കടന്നു അതിൻ്റെ രൂപീകരണ ദിശയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നതാണ് തമിഴ് രാഷ്ട്രീയത്തിൽ കാണുന്നത്. ഇന്നിപ്പോൾ വിജയ് നടത്തിയ പ്രസംഗത്തിലും വിജയുടെ ഓരോ പ്രസംഗത്തിലും ഓരോ നടപടികളിലും ഈ ഒരു ശ്രമം കാണാം. ഈ ദ്രവീഡിയൻ അവിടെ മെലിഞ്ഞില്ലാണ്ടാവുന്ന ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വശത്തെ എടുക്കുക, ജനങ്ങൾ തള്ളിക്കളഞ്ഞ വശങ്ങളെ ഉപേക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം പെരിയാറിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഞങ്ങൾ അംഗീകരിക്കുന്നു, സാമൂഹ്യനീതി ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. പെരിയാർ നിരീശ്വരവാദി, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മറിച്ച് ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. അപ്പോൾ ഇത് നോക്കിക്കോണം. അപ്പോൾ ആ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയൊരു മുഖത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെ വിജയ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് കണ്ടത് അഴിമതി എന്ന് പറഞ്ഞാലൊക്കെ വളരെ ചുരുങ്ങിപ്പോവും. അതിനേക്കാൾ പിന്നെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ അഴിമതിയുടെ ഒരു പിന്നെ പല പല മുഖങ്ങൾ കണ്ട ഒരു സംസ്ഥാനവും രാഷ്ട്രീയ രംഗവുമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്ത ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ദ്രവീഡിയൻ പാർട്ടികൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ AIDMK ഏതാണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞു. അപ്പോൾ അവിടെയാണ് ഈ കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ളൊരു മുഖം, അതായത് അഴിമതി രഹിതമായ വളരെ സുതാര്യമായ ഒരു സർക്കാർ.
അതിന് ഈ വിജയ്ക്ക് അത് വളരെ അനുകൂലമായൊരു ഘടകമുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇപ്പം പണം വേണമെന്നുണ്ടെങ്കിൽ ഈ അഴിമതിയേക്കാൾ കൂടുതൽ കാശ് അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ പണം അദ്ദേഹത്തിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഖജനാവിൽ നിന്ന് 5 പൈസ തൊടില്ല, തൊട്ടവനെ വിടില്ല. മനസ്സിലായില്ലേ? വലിയൊരു ഭീഷണിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരു നിലപാടുമാണ്. അതോടൊപ്പം തന്നെ മുൻപ് തൊട്ടവരെയും വിടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സ്റ്റാലിന് നേരെയുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ സ്റ്റാലിനെ ഇപ്പോഴും DMKയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്റ്റാലിനാണ്. കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ വ്യക്തികളാണ്, എന്ത് തന്നെ രാഷ്ട്രീയ തത്വമൊക്കെ ഉണ്ടെങ്കിലും വ്യക്തികളിലൂടെയാണ് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇപ്പം DMK അവശേഷിക്കുന്നത് പോലും സ്റ്റാലിൻ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അനന്തരാവകാശിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിന്. അപ്പോൾ ഈ അഴിമതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ആ കൊടിയ അഴിമതി നടത്തിയ സ്റ്റാലിനെ പിടിക്കും എന്നുള്ള സ്റ്റാലിൻ്റെ നേരെയാണ് അറ്റാക്ക് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അഴിമതി എന്താണെന്ന് ആലോചിക്കണം. അവിടുത്തെ ഈ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ, ടാസ്മാക്, ഈ ടാസ്മാക്കിനാണ് തമിഴ്നാട്ടിലെ മുഴുവൻ ബീവറേജസിൻ്റെയും അതായത് മദ്യത്തിൻ്റെയും കുത്തക വിതരണ അവകാശമുള്ളത്. അതിലൂടെ പാർട്ടി ഫണ്ടെന്ന രീതിയിൽ, അതായത് ഓരോ മദ്യക്കുപ്പിയുടെ പുറത്തും 10 രൂപ വെച്ച് കൂട്ടിയിട്ട് ഓരോ മാസവും എത്രയാണ് ഓരോ ദിവസവും 102 കോടി രൂപ വീതം സമ്പാദിക്കുന്ന രീതിയിൽ പാർട്ടി ഫണ്ട് എന്നുള്ള ഒരു ലേബലിൽ അങ്ങനെ 3600 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ളതാണ്. അത് ഏകദേശം ശരിയുമാണെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്കും അവസാന കാലഘട്ടത്തിൽ പണം പിടിക്കപ്പെട്ട രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തമിഴ്നാട് ചരിത്രത്തിൽ ഇത്രയും നാളിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞൊരു സർക്കാരായിരുന്നു സ്റ്റാലിൻ സർക്കാർ എന്നുള്ളതും ഇതിൽ വ്യക്തമാണ്. അപ്പോൾ ഈ രീതിയിൽ 3600 കോടി രൂപയുടെ അഴിമതി ടാസ്മാക്ക് മാത്രം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ മരാമത്ത് പണി അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്, അതൊന്നും ഈ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു അഴിമതി നടത്തി നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ച ഒരു ഭരണകൂടമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഈ DMK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള സ്റ്റാലിനാണ് എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി അടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത്. അതേ സമയത്ത് ഉദയനിധിമാരനും മറ്റു കൂട്ടരുമൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തമിഴ് ജനതയെ പിന്നെ വിജയ് പിന്നെ ഗവർണറുമായിട്ട് ഒത്തുകളിച്ച് തമിഴിൻ്റെ വ്യക്തിത്വത്തെയും തമിഴ് സത്വത്തെയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഗവർണറുടെ ഈ നയപ്രഖ്യാപന പ്രസംഗ വേദിയിൽ ഒരു തവണ മാത്രമേ തമിഴ് തായ് വാഴ്ത്ത് പാട്ട് പാടിയുള്ളൂ, 2 തവണ ദേശീയ ഗാനം പാടി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ തമിഴിനെയും ആ ഒരു തമിഴ് സത്വത്തെ പിന്നെ വിജയ് ബോധപൂർവം അധിക്ഷേപിക്കുന്നു, ഗവർണറുമായിട്ട് കൂടിച്ചേർന്നിട്ട് അതിനെ നികഴ്ത്തി കാട്ടുന്നു, ആ ശ്രമത്തിൽ ഏർപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കുന്നത് അവിടെ ആ ഒരു ഈ പ്രസംഗത്തിലും ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള മറുപടി കൊടുക്കുന്നതിലും സ്റ്റാലിനോട് കൊടുക്കുന്നതിലും ഒക്കെ ഈ രാഷ്ട്രീയമായ ഈ ഒരു രൂപീകരണം ഉണ്ടല്ലോ, ആ ഒരു ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലുള്ളൊരു വലിയൊരു രീതിയിലുള്ളൊരു പ്രസംഗമാണ് ഇന്ന് തമിഴ്നാട്ടിൽ ജോസഫ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. അതൊരു നിർണായകമായ ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു. തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രസ്താവന തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാലിനെതിരെയാണ് ഈ അഴിമതിയുടെ കാര്യം. ആ അഴിമതി ഞാൻ 5 പൈസ ജനങ്ങളുടെ തൊടില്ല എന്ന് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ പറഞ്ഞു. തൊട്ടവരെ വിടുകയുമില്ല അതും പറഞ്ഞു. അത് ഇന്ന് ആവർത്തിച്ചു. മുൻപ് തൊട്ടവരെയും വിടില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്റ്റാലിനെ വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാലിൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അഴിമതിയുടെ മുഖത്തെ എടുത്ത് പുറത്തേക്ക് കാണിക്കുക ചെയ്യുന്നത്. അതായത് DMK തകർക്കുക എന്നുള്ളതാണ്. സ്റ്റാലിനെ തകർത്താൽ DMK തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ DMKയുടെ തകർച്ചയും അതോടൊപ്പം തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇപ്പം DMKക്കാരാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ എണ്ണം എടുത്ത് നോക്കുക, നല്ലൊരു ശതമാനം തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ? അപ്പം ഈ ജനത തന്നെയാണ് ഇത് ഇവിടെ വരുന്നതിൽ നല്ലൊരു ശതമാനം DMKക്കാരുമാണ്. അപ്പം അവർക്ക് തന്നെ ഒരു സംഘർഷമുണ്ട്. കാര്യം പെരിയാറിൻ്റെ സാമൂഹ്യ നീതിയും മറ്റുമൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പെരിയാറിൻ്റെ ഈ നിരീശ്വരവാദം അവർ അംഗീകരിക്കുന്നില്ല. അതവിടെ വിലപ്പോയില്ല, തമിഴ്നാട്ടിൽ വിലപ്പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ദൈവവിശ്വാസികളുമാണ്. അപ്പം പുതിയ ഒരു ദ്രവീഡിയൻ രാഷ്ട്രീയത്തെ പോലും
വിജയ് തൻ്റെ ഈ ടി വി കെയിലേക്ക് പതുക്കെ ഇങ്ങനെ തടുത്ത് കയറ്റുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ കഴിയും. മറ്റൊരു സെൻസിറ്റീവ് വിഷയം കൂടെ ഉണ്ടല്ലോ. തൻ്റെ മന്ത്രിസഭയിൽ 8 പട്ടികജാതി വർഗ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരുണ്ടെന്നും കൂടി അതെ വിജയ് അല്ല അതാ പറഞ്ഞ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുള്ളി ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് പിന്നെ ജനങ്ങളുടെ ദയ കൊണ്ടാണ് അല്ലേ അതെ. ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പം ഒരു അതേസമയത്ത് ജനകീയനാവുകയാണ് ചെയ്യുന്നത്. ഈ കൊച്ചു കുട്ടികളിൽ വരെ ചെറിയ കുട്ടികളെ വരെ ഉപയോഗിച്ചിട്ടാണ് ഈ മുതിർന്നവരെ കൊണ്ട് വിജയ് വോട്ട് ചെയ്യിപ്പിച്ചത് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പിന്നെ ഈ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കുന്ന പ്രാമുഖ്യം, അത് അംബേദ്കറിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതെ, തീർച്ചയായും. അല്ലേ. അപ്പോൾ അംബേദ്കറിൻ്റെ സ്വപ്നങ്ങളെയാണ്, അംബേദ്കറിൻ്റെയും കാമരാജിൻ്റെയും ഒക്കെ സ്വപ്നങ്ങളാണ്. അപ്പോൾ അവിടെയാണ് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തൻ്റെ പാർട്ടിയുടെ ഒരു സ്വഭാവം ഇങ്ങനെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അംബേദ്കറേയും അതേപോലെ തന്നെ കോൺഗ്രസിനെയും കാമരാജ് കോൺഗ്രസിനെയും. അപ്പോൾ അതും അഴിമതിയില്ലായ്മയും അതോടൊപ്പം തന്നെ ദൈവവിശ്വാസവും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ഏറ്റവും സാധാരണക്കാരുടെ ഗവൺമെൻറ്റാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായ പ്രസംഗം, എങ്ങനെയാണ് തൻ്റെ TV ഇനി രൂപപ്പെടുത്തി എല്ലാവരും കളിയാക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന പോലെ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നതിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ വളരെ എന്താ പറയുക, ഒരു ഊർജ്ജസ്വലമായ ഒരു മുഖമാണെന്ന് അസംബ്ലിയിൽ വിജയ് പ്രകടമാക്കിയത്. തീർച്ചയായും ഇതിൽ ഒരു വാക്ക് പോലും സംസാരിക്കാതെ അല്ലെങ്കിൽ വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് അടുത്തത് പറയുന്നത് താങ്ങാൻ പറ്റില്ല. അല്ല, അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാക്കൗട്ട് ചെയ്യുക, പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അല്ല, അതിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ഉദയനിധി സ്റ്റാലിൻ യഥാർത്ഥത്തിൽ അവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ കേട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉദയനിധി പോലും അവിടെ നിൽക്കുന്നത്. ഒരു മരവിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഇതൊരു ഇത്ര നാളും കണ്ട ഒരു വിജയുടെ മറ്റൊരു സ്റ്റെപ്പാണല്ലേ നമ്മൾ കാണുന്നത്. നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് പരിവർത്തനം ചെയ്യുന്നതിൻ്റെ വലിയൊരു മുഹൂർത്തമാണ് നമ്മളിന്ന് നിയമസഭയിൽ കണ്ടത്. കാര്യം അതിനകത്ത് ഇത്തരം രാഷ്ട്രീയമായ സംഗതികൾ വളരെ വിദഗ്ധമായി വിജയ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് പ്രകടമാക്കി എന്നുള്ളതാണ്. അതായത് എതിരാളിയെ നശിപ്പിക്കുകയും ആ നാശത്തെ തൻ്റെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വളമാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമീപനമുണ്ടല്ലോ. ആ തന്ത്രമാണ് ഇന്ന് ആ നിയമസഭയിൽ വിജയ് പ്രകടമാക്കിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.